12 മണിക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണം വേണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഭിഭാഷകരോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ പരിഗണിച്ചു തുടങ്ങിയിരിക്കുന്നു കേസ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ശ്യാം ദേവരാജ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്യാം, 11:58 12 മണിക്ക് ഹാജരാകാനാണ് പറഞ്ഞത്. ഇപ്പോൾ കേസ് പരിഗണിച്ചു തുടങ്ങിയോ? ബോബിയുടെ അഭിഭാഷകർ കോടതിയിലെത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ ഹാജരായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതിയെ അധിക്ഷേപിക്കുകയായിരുന്നു ഇന്നലെ ജയിലിൽ ജാമ്യം കിട്ടിയിട്ടും തുടർന്നത് വഴി എന്നുള്ളതാണ് കോടതിയുടെ ബോധ്യം. കോടതി അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. അവിടെ നീതി നിഷേധിക്കപ്പെട്ട് റിമാൻഡ് തടവുകാർ 10-26 റിമാൻഡ് തടവുകാരുണ്ട്, അവരുടെ കാര്യം കൂടി പരിഗണിക്കണമെന്ന് അവർ വന്ന് തന്നോട് അഭ്യർത്ഥിച്ചു എന്നൊക്കെയാണ് നേരത്തെ വാദമായി പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കോടതിയിൽ തിരിച്ചടി ഭയന്ന് ബോബി ചെമ്മണ്ണൂർ നിലപാട് മാറ്റിയിരിക്കുന്നു. സാങ്കേതിക കാരണങ്ങൾ ആണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും മാപ്പ് ചോദിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ. ഇനി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കും ഞാൻ, കാരണം ആർക്കും വേദന ഉണ്ടാകരുത് എന്ന നിലപാടെടുത്തിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. കോടതിയിൽ ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബോബി ചെമ്മണ്ണൂരിന്റെ ഹർജി കോടതി പരിഗണിച്ചു തുടങ്ങിയിരിക്കുന്നു. വിമർശനങ്ങൾ കോടതി വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് എന്തുകൊണ്ട് എന്ന് കോടതി വീണ്ടും ചോദിക്കുകയാണ്. ഇന്നലെ ഉത്തരവ് എത്തിക്കാനായില്ല എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. എന്തുകൊണ്ട് എത്തിക്കാനായില്ല എന്നുള്ള വിശദീകരണത്തിലേക്ക് അഭിഭാഷകൻ കടക്കുന്നു എന്നുള്ളതാണ്. 12 മണിക്ക് തൃശൂർ പ്രസ് ക്ലബിൽ മാധ്യമങ്ങളെ ബോബി ചെമ്മണ്ണൂർ കാണുകയും ചെയ്യുന്നു. അതെങ്ങനെ 12 മണിക്ക് കോടതി കാര്യങ്ങൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ വാർത്താസമ്മേളനം വിളിക്കുകയാണോ ഇയാൾ ചെയ്യുന്നത് എന്നാണ് അറിയേണ്ടത്. കോടതിയെ വെല്ലുവിളിക്കുകയാണെന്ന തോന്നൽ കോടതിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഉത്തരവ് എത്തിക്കാനായില്ല എന്ന് അഭിഭാഷകൻ പറയുമ്പോൾ മാപ്പ് അപേക്ഷയ്ക്ക് തയ്യാറെന്ന് ബോബി ചെമ്മണ്ണൂർ വീണ്ടും കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു. വീണ്ടും മാപ്പിന്മേൽ മാപ്പ് എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും മാപ്പ് പറയുകയാണ്. നാടകമാണ് കളിച്ചതെന്ന് ഹൈക്കോടതി ഒന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ വിമർശനങ്ങൾ ഹൈക്കോടതി രൂക്ഷമായ പരാമർശങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ ഉത്തരവ് എത്തിക്കാനായില്ലെന്ന അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ ഉത്തരവുണ്ടായ സമയം മുതൽ അത് അവിടെ എത്തിക്കാതിരുന്ന സമയം മുതൽ ഓരോ നിമിഷവും സമയവും കണക്കാക്കിയിട്ടുണ്ട് കോടതി എന്നുള്ളതാണ്. ഇന്നലെ 7 മണി വരെ കാത്തു എന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത്. മാപ്പ് അപേക്ഷയ്ക്ക് തയ്യാറെന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. നാടകമാണ് കളിച്ചതെന്ന് ഹൈക്കോടതി പറയുന്നു. അന്തിമമായി കോടതി എടുക്കുന്ന തീരുമാനമെന്ത് എന്നുള്ളത് പ്രധാനമാണ്. ജാമ്യമോ ജയിലോ എന്നറിയാൻ നിമിഷങ്ങൾ മാത്രം.